കഴിഞ്ഞ കുറേ ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം ഒരു ക്ലൈമാക്സ് ആണോ ആൻറ്റി ക്ലൈമാക്സ് ആണോ എന്നറിയില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നേതാക്കളെല്ലാം കൂടെ വലിയ ചർച്ചയിലാണ്. മാങ്കൂട്ടാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ലായിരുന്നു. അപ്പോൾ സണ്ണി ജോസഫ്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ KPCCയുടെ വിവിധ മേഖലകളിലുള്ള പ്രധാനപ്പെട്ട ഭാരവാഹികളുമായിട്ടൊക്കെ ചർച്ച നടത്തിയതിന് ശേഷമാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന്. ഈ പറഞ്ഞ രാജിവെക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ തീരുമാനം? തീർച്ചയായിട്ടും രാജിവെക്കേണ്ടതില്ല, MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. കാരണം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഈ പറഞ്ഞതുപോലെ ഈ ഇലക്ഷൻ നടത്തേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയും. കാരണം മെയ് മാസത്തിലാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. സ്വാഭാവികമായിട്ട് 6 മാസത്തിൽ കൂടുതലുള്ളതുകൊണ്ട് തന്നെ വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരും. ഇനിയൊരു തിരഞ്ഞെടുപ്പ് കൂടി നടത്തുക എന്ന് പറഞ്ഞാൽ അത് അത്ര പ്രായോഗികമല്ല. അപ്പോൾ ആരോപണങ്ങൾക്ക് പിന്നാലെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് പാർട്ടി. 6 മാസത്തേക്കാണ് സസ്പെൻഷൻ. രാഹുലിനെതിരെ വരുന്ന ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം ഉണ്ടായേക്കില്ല, നടപടി സസ്പെൻഷനിൽ മാത്രമായി ഒതുങ്ങും. ഇനി മുതൽ പാർട്ടിയുടെ മുന്നണിയുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അംഗമായിരിക്കില്ല. MLA സ്ഥാനം പെട്ടെന്ന് രാജിവെപ്പിച്ചാൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് സാധ്യത മുന്നിൽ കണ്ടാണ് പാർട്ടി നിലപാടെന്നാണ് സൂചന. നിയമസഭാ സമ്മേളനങ്ങളിൽ രാഹുൽ പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗമായി ഉണ്ടാകില്ല. അതുകൂടാതെ തന്നെ ഇനി സീറ്റും നൽകില്ല എന്നുള്ളൊരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അതല്ലെങ്കിലും ഇനി സീറ്റ് കിട്ടില്ല. രാഹുൽ രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. എന്നാൽ പ്രതിരോധിച്ചു നിൽക്കാനായിരുന്നു രാഹുൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രാഹുലിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. രാഹുലിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം കേട്ട ശേഷം മാത്രം തുടർ നടപടി മതി എന്ന നിലപാടിലാണ് നേതൃത്വം. BJP ആഗ്രഹിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പാണെന്നിരിക്കെ അതിന് അവസരം ഒരുക്കി കൊടുക്കുന്ന രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കുമെന്നും പാർട്ടി വിലയിരുത്തുന്നു. അതുകൊണ്ട് CPM ഒരുപക്ഷെ ഇനിയിപ്പോൾ ഇതിലങ്ങ് അടങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇൻ കേസ് രാജിവെപ്പിച്ച അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ചിലപ്പോൾ BJPക്ക് സാധ്യത കൂടുതലാണ്. കാരണം 2ാം സ്ഥാനത്ത് BJP ആയിരുന്നല്ലോ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ലൈംഗിക ആരോപണത്തിൽ കുരുങ്ങിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം കൈവിട്ടിരുന്നു. ഞായറാഴ്ച വനിതാ നേതാക്കളും പരസ്യമായി രംഗത്തെത്തിയതോടെ MLA സ്ഥാനം രാജിവെക്കാൻ രാഹുലിന് മേൽ സമ്മർദ്ദമേറുകയായിരുന്നു. രാഹുൽ ഒരു നിമിഷം മുൻപ് രാജിവെച്ചാൽ അത്രയും നല്ലതെന്നാണ് ഉമാ തോമസ് MLA വ്യക്തമാക്കിയത്. മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഷാനിമോൾ ഉസ്മാനും പറഞ്ഞു. പരാതികൾ പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നും പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയപ്പോൾ അടിയന്തരമായി രാജിവെക്കണമെന്നായിരുന്നു VM സുധീരൻ്റെ ആവശ്യം. VD സതീശനും കടുത്ത എതിർപ്പിലാണ്. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വ്യക്തമാക്കി. ഇവിടെ തന്നെ തീരുമാനമെടുക്കാനായിരുന്നു ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെങ്കിൽ നിയമ നടപടി ഉൾപ്പെടെ രാഹുലിൻ്റെ പ്രതികരണം ഉണ്ടാകാത്തതെന്നാണ് ഹൈക്കമാൻഡ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞാൽ CPMനിത് രാജിവെക്കണം നിർബന്ധപൂർവ്വം പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം ഈ മുകേഷിൻ്റെ പ്രശ്നം വന്നപ്പോൾ അന്ന് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ധാർമ്മികത ഉയർത്തി രാജിവെച്ചാൽ പിന്നെ MLA സ്ഥാനം പോവില്ലേ, പിന്നെ അത് തിരിച്ചു കിട്ടില്ലല്ലോ എന്ന രീതിയിൽ പറഞ്ഞ അതേ ഗോവിന്ദ മാഷ് തന്നെ ഇതിൽ രാജിവെക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ധാർമ്മികത എന്താണെന്ന് കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. പക്ഷേ വേറൊരു കാര്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കോൺഗ്രസിൽ നിന്നെല്ലാം പുറത്താക്കി ഞങ്ങൾ ജയിപ്പിച്ച ഞങ്ങൾ ജനങ്ങൾക്കാണോ ഈ ഒരു ഭാരം ചുമക്കേണ്ടതെന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ജനങ്ങളുടെ നികുതി പണം എടുത്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ത്രാണി കേരളത്തിന് ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല ഈ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഒരു അനാവശ്യമാണ്. ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതായത് ഈ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ അല്ലെങ്കിൽ MPമാർ വീണ്ടും മത്സരിക്കുന്ന അല്ലെങ്കിൽ MLAമാർ മാറി MP സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഈ എത്ര രൂപയാണ് ഇതിനു വേണ്ടി പൊടിക്കുന്നത്? ഒരു ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഇലക്ഷന് വേണ്ടി ഒരാൾ അവിടെ പോയി ആദ്യം നിയമസഭയിൽ നിന്ന് ജയിക്കുന്നു, പിന്നെ ലോക്സഭയിലേക്ക് പോകുന്നു, പിന്നെ അവിടെ രാജിവെക്കുന്നു, തിരിച്ച് ഈ കുഞ്ഞാലി സാഹിബൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് നടക്കുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതൊരു നിയമം കൊണ്ടുവരണം. അതായത് MP ആയിട്ടുള്ളവർ കൃത്യം 5 വർഷം MP ആയിരിക്കണം. അവർക്ക് നിയമസഭയിൽ മത്സരിക്കാൻ അനുമതി കൊടുക്കരുത്. ഇനിയിപ്പോൾ വീണ്ടും സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം, ഈ സീറ്റ് കിട്ടാൻ വേണ്ടി ഷാഫി പറമ്പലിനെ വീണ്ടും കൊണ്ടുവന്ന് പാലക്കാട് മത്സരിപ്പിക്കും. സ്വാഭാവികമായിട്ടും അവിടെ വീണ്ടും വടകര വീണ്ടും തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് നടത്തേണ്ടി വരും. ഇത്തരം പ്രവണതകൾ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് ഏത് പാർട്ടിയാണെങ്കിലും, CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും. BJPക്ക് പിന്നെ സീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, എവിടെ വേണമെങ്കിലും പോകാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി മത്സരിക്കുക, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരു നിയമം കൃത്യമായി കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. കാരണം ഒരാൾ ഇപ്പം കുഞ്ഞാലി സാഹിബും കൂട്ടരും എന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ അധികാരം വരും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്നും പറഞ്ഞ് ഓടിപ്പോയി ലോക്സഭയിൽ നിൽക്കും. അവസാനം അവിടെ മോദി അധികാരത്തിലെത്തുമ്പോൾ തിരിഞ്ഞു വന്ന് നിയമസഭയിൽ നിൽക്കും. നിയമസഭയിൽ നിന്നിട്ട് ഇവിടെ UDF അധികാരത്തിൽ വരുമ്പം മന്ത്രിയാവാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് ഓടും. ജനങ്ങളുടെ പൈസയും പോവും. പിന്നെ അവിടെ കിടന്ന് ഇത്രയും ചാനലുകാരും എല്ലാം കൂടെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ
കിടന്ന് അവിടെ അടുപ്പ് കൂട്ടിയ പോലെ അവിടെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പിന്നെ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു, കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, ഇനി സീറ്റ് കൊടുക്കത്തില്ലെന്ന് തീരുമാനമെടുത്തു. ഇനിയും ഇതിൻ്റെ പുറകെ പോയി രാജിവെപ്പിക്കാൻ നിൽക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, രാജി എന്നുള്ളത് കോൺഗ്രസിൻ്റെതാണ് തീരുമാനം. കോൺഗ്രസ് കൊടുത്തൊരു സീറ്റ് അവർ ജയിപ്പിച്ചെടുത്തൊരു സ്ഥാനാർത്ഥി അവർ ജയിപ്പിച്ചെടുത്തൊരു MLA അയാൾ രാജിവെക്കണോ വേണ്ടോ എന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ടത് പറഞ്ഞതുപോലെ കോൺഗ്രസ് ആണ്. അതിന് പിന്നെ CPM അല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയും ആവശ്യപ്പെടുമ്പോൾ അവർക്ക് കച്ചിത്തുരുമ്പായി നിൽക്കുന്ന ഒരു കാരണം പോലീസിൽ പരാതിയില്ല, പോലീസ് കേസില്ല. ഈ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു ഗൗരവമുള്ള വിഷയമാണ് എന്ന് കണ്ടതിന്റെ അതുപോലെ തന്നെ ഓഡിയോ ക്ലിപ്പുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ഇതിന്റെ അതിജീവിതയൊന്നും രംഗത്ത് വന്നിട്ടില്ല, കേസ് പോയിട്ടില്ല. അതുപോലെ തന്നെ മറ്റേ വേറൊരു പെൺകുട്ടി നടി അതിനെക്കുറിച്ച് പരാതി കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇത് കാലം തെളിയിക്കുമെന്ന രീതിയിൽ അവർ പേര് പോലും പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതെ, അപ്പോൾ അങ്ങനെയുള്ള പരാതികൾ മാത്രമേ ഉള്ളൂ. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഇത്രയെങ്കിലും ചെയ്തു എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിലെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തു. 6 മാസത്തേക്കാണ് സസ്പെൻഷൻ അല്ലേ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന ഭീമമായ ചെലവ്, പിന്നെ മാത്രമല്ല അവിടെ കോൺഗ്രസ് തോക്കും. കോൺഗ്രസ് തോറ്റ സ്വാഭാവികമായിട്ടും അവിടെ BJP ജയിക്കും. BJPക്ക് ഒരു അംഗത്വം നിയമസഭയിലാവുകയും ചെയ്യും. അതും കൂടെ കോൺഗ്രസിന്റെ തലയിലിരിക്കും. അത് ഉറപ്പുള്ള കോൺഗ്രസ് കാരണമാണ് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത്. നേമത്ത് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറയേണ്ടി വരും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇത് റിപ്പോർട്ടർ ചാനലാണ് കൃത്യമായിട്ട് കുറേ തെളിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യം മുതലേ ഈ വാർത്തയുടെ പുറകെ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ TVയുടെ ആസ്ഥാനം അടിച്ചു പൊളിക്കണം എന്ന രീതിയിലൊക്കെ ചില ആളുകളൊക്കെ ചർച്ചകളൊക്കെ നടന്നതൊക്കെ കണ്ടു. പിന്നെ ഇപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ വനിതാ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ഉമ്മ തോമസ്, ഷമ മുഹമ്മദ്, ഷാനിമോൾ ഉസ്മാൻ, അങ്ങനെ കുറേ നേതാക്കൾ രാഹുൽ രാജിവെക്കുന്നതായിരിക്കും ഉചിതം, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതായിരിക്കും ഉചിതം, എത്രയും പെട്ടെന്ന് രാജിവെക്കാവോ അത്രയും നല്ലത് എന്ന രീതിയിൽ അവർ പ്രതികരിക്കുന്നുണ്ട്. കാരണം അവർ ഉൾപ്പെടെ ഇപ്പോൾ ഈ പറഞ്ഞ ഉമ്മ തോമസ് ഇന്നലെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് അവരുടെ മകന് 1.5 വയസ്സുള്ള മക്കളുണ്ട്, പെൺകുട്ടി ഉണ്ടെന്നാണ് പറഞ്ഞത് എൻ്റെ ഓർമ്മ. 1.5 വയസ്സുള്ള 2 ആൺകുട്ടികൾ ഇരട്ടകൾ. അപ്പോൾ അവർ KSUയിലൂടെ വളർന്നു വരണം എന്നാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ മുൻഗാമിയായിട്ടുള്ള ഒരാൾ ഇത്തരം സ്വഭാവക്കാരനാണെന്ന് പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അവർ ഉയർത്തിക്കൊണ്ടുവന്ന ആശയം അത് മക്കളിലൂടെ വീണ്ടും തുടരുക, അതുവഴി വരിക എന്ന് പറഞ്ഞാൽ, പക്ഷേ അവരുടെ മുൻഗാമികളായിട്ട് അല്ലെങ്കിൽ അവരെ നയിക്കുന്ന ഒരാൾ ഇത്തരം ഒരു സ്വഭാവ ദൂഷ്യത്തിന് ഉടമയാണ് എന്ന് പറയുമ്പോൾ അത് അവർക്ക് നാണക്കേടാണ് എന്നുള്ള രീതി. അതുകൊണ്ട് രാഹുലിനെ പുറത്താക്കണം, അല്ല രാഹുൽ മാറി നിൽക്കണം എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും KPCCയെ സംബന്ധിച്ചിടത്തോളം ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പൊക്കെ തൊട്ട് മുൻപേ ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് അവർക്ക് ഇതല്ലാതെ ഇതിനപ്പുറം വേറെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഇവർ MLA സ്ഥാനം കൂടെ രാജിവെക്കുക, വരുന്നിടക്ക് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ ചെയ്യണം. പക്ഷേ അതെന്തായാലും ഈ CPM അങ്ങനെ മുൻകാലങ്ങളിൽ രാജിവെച്ച ചരിത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അതിൽ പിടിച്ചു നിൽക്കും. മാത്രമല്ല പോലീസ് കേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുരുങ്ങിയ നാളുകൊണ്ട് വളർന്നു വന്നൊരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ എനിക്ക് തോന്നുന്നു 24 കണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം ചർച്ചയ്ക്ക് വരുന്നതാണ് എൻ്റെ ഓർമ്മ. KSUവിൻ്റെ നേതാവായിരുന്ന ഘട്ടത്തിൽ ചർച്ചയ്ക്ക് വരുന്നു, KSUവിലൂടെ വളർന്നു വരുന്നു, പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാന നേതാവ്. അലിഗേഷൻസിനെ കുറിച്ചൊക്കെ പലപ്പോഴും ഇപ്പോൾ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് വ്യാജ ID കാർഡ് നിർമ്മിച്ചു എന്ന് പറയുന്നു. അന്ന് മുതലേ വ്യാജൻ എന്ന് പറഞ്ഞിട്ടാണ് ഇവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരു സോഷ്യൽ മീഡിയ ടോക്കിൻ്റെ ഭാഗമായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ചർച്ചകളിൽ നല്ല പ്രാതിനിധ്യം കൊടുക്കാൻ പറ്റിയൊരു ആളായിരുന്നു എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ വളർന്നു, വളരെ പെട്ടെന്ന് തന്നെ അസ്തമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇനിയിപ്പോൾ കോൺഗ്രസ്സിൽ അദ്ദേഹത്തിന് പദവികളൊന്നും കൊടുക്കില്ല. വെറും ഒരു പാർട്ടി അംഗം മാത്രമായിട്ട് വേണമെങ്കിൽ 6 മാസം കഴിയുമ്പോൾ തുടരാം എന്നത് മാത്രമേ ഉള്ളൂ. MLA ആവാൻ പറ്റില്ല. ഇപ്പം MLA ആയിട്ട് അത്ര 1 വർഷം പോലും ആയില്ലല്ലോ. അതുകൊണ്ട് MLA പെൻഷനും കിട്ടൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടം എന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അവസാനമായിരിക്കും ഇത് നമുക്ക് കരുതാം.